ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഗാലറിയിൽ ഇവിടെയും അവിടെയും സ്റ്റോർ ചെയ്ത് വെച്ച കുറേ അധികം വീഡിയോസിനെ കൊളാബറേറ്റ് ചെയ്ത് ഞാൻ അതിനെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സുലഭ നിമിഷം, അതെ, സുലഭ നിമിഷമാണ്. ഈ കാണുന്ന ചീര വേൾഡ് മാർക്കറ്റിലെ ചീരത്തോട്ടത്തിൽ വിളഞ്ഞ ചീരകളാണ്. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഐ തോട്ട് ദൈവമേ, ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അടുക്കി വെച്ചതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെതാ കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ പ്രതിബിംബമായിട്ട് കാണുന്നത് എന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു ടൈം മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണേ. പിന്നെ അങ്ങോട്ട് കുറേ വഴികളും ആൾക്കാരും വണ്ടികളും കടകളും ഒക്കെയാണ്, മരങ്ങളൊക്കെയാണ്. എന്തിനാണ് ഇതൊക്കെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. എടുക്കാൻ തോന്നി, എടുത്തു, അത്രയേ ഉള്ളൂ. ഇത് ചാല മാർക്കറ്റിൻ്റെ ഒരു അമ്പരചുംബികളായ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എന്തിനാണ് വീണ്ടും എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല, കളയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഈ നിര കാറുകളും വണ്ടികളൊക്കെയാണ് വഞ്ചൂർ ഏരിയയിൽ. പിന്നെതാ സുദാസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ ആൾക്കാരുടെ ജനത്തിരക്ക് കണ്ടോ. ക്യൂ സിസ്റ്റമാണ് അവിടെ, ക്യൂ സിസ്റ്റം. ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിത് പുറത്ത് വരെ തള്ളി കുത്തി നിൽക്കുകയാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് എന്തോ ഒരു സംഭവമാണ്. ബോണ്ടിങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ വീട്ടിലുള്ളപ്പോൾ മഴ പെയ്യില്ല. എന്നാൽ എനിക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ, അടിച്ചൊന്നും മഴയായിരിക്കും. ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, മഴയാണ്. കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ആ വിഷ്വലിന് ശേഷം ഞാൻ പണിക്ക് പോകുന്ന വിഷ്വലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം, ആസ്വദിക്കാം. ഇതൊക്കെയാണ് ഞാൻ എയർപോർട്ടിൻ്റെ വിഷ്വൽസായിട്ട് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് എടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും എനിക്ക് ചായ കുടിക്കുന്ന ഒരു വീഡിയോ ഇടണമെന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല, അതാണ് സത്യം. ഇതെൻ്റെ എയർപോർട്ടല്ല, ഞാൻ ജോലി ചെയ്യുന്ന എയർപോർട്ട്. എന്താ ചെയ്യുക, എൻ്റെ എയർപോർട്ടല്ല. അയ്യോ, എന്തൊരു അഹങ്കാരം. എൻ്റെ എയർപോർട്ടല്ല ഗൈസ്, ഇത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ടെർമിനലാണ്. ആ ടെർമിനലിൻ്റെ അകത്തോട്ട് ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എൻ്റെ പാദങ്ങളാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ആരുമില്ലാത്ത എയർപോർട്ട്. വെളുപ്പിന് 5 മണി കഴിയുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ചായയല്ല, കാപ്പി. ഞാൻ കാപ്പിയും കുടിച്ചുകൊണ്ട് ഏവനിൽ ആൾക്കാർ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ് കേട്ടോ. ഒരു ചേട്ടൻ ഹോണിൽ നിന്ന് കൈ വിടുന്നില്ല ഗൈസ്, അങ്ങനെ പിടിച്ച് വെച്ച് ഹോണടിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യർക്കൊക്കെ? ഇത് എന്ത് പറ്റി? ഹോണിൽ ജസ്റ്റ് ഒരു തീക്കി അടിച്ചാൽ പോരെ? നോ, ചിലരങ്ങനെയാണ്, അങ്ങനെ കൈ പിടിച്ച് നെക്കി പിടിച്ചങ്ങ് ഇരിക്കും ഹോണിൻ്റെ സ്വിച്ച്. അത് വിടണമെങ്കിൽ അയാളൊന്ന് മനസ്സിലാക്കണം. അയ്യോ, ഈ വിഷ്വൽസ് തിരുവനന്തപുരം പുഞ്ചക്കരിയുടെയാണ്. പുഞ്ചക്കരി പാടമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് മനോഹരമായ പാടങ്ങളും സീനും ഒക്കെയുള്ള സ്ഥലം എന്നറിയോ? കുറേ സീനുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അതെൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫോളോ ചെയ്യണേ. ഹായ് സോളു, ഫോക്കസ് ആവുന്നില്ലല്ലോ. യെസ്, ആയി. നാളെ നിൻ്റെ 2ാം ഘട്ട കുത്തിവയ്പ്പ് എടുക്കാൻ കൊണ്ടുപോവാണ്. എന്താണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തിന് വാ തുറന്നൊന്ന് പറയടി. ഒന്നും പറയാനില്ലേ? വിഷമാണോ? കുണ്ടിക്കിട്ട് ഇഞ്ചക്ഷൻ വെക്കണ്ടേ? നമുക്ക് വെക്കണ്ടേ? കൈനഖം വളർത്തിയിരിക്കുന്നത് കണ്ടോ? കൂട്ടക്ഷ വാങ്ങിച്ചിട്ടാലോ? കൂട്ടക്ഷ വാങ്ങിച്ചിടാം. എണീറ്റ് പോടിയെന്നോ? ഓക്കെ, ബൈ. സാഹസമായിട്ട് സോളുവിനെ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ താഴെ എത്തിച്ചിരിക്കുകയാണ്. അവളെ മൂത്രം ഒഴിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അല്ല, നമ്മളവളെ കുത്തിവയ്പ്പെടുക്കാൻ കൊണ്ടുപോവാണ്. സോളു അരപ്രൈസെ കയറ്റി ഞാൻ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. വി ആർ ഷോ ഹാപ്പി. നമ്മൾ പേട്ടയിൽ പോവല്ലേ കുറ്റിയപ്പെടുക്കാൻ? നമ്മൾ ഇങ്ങോട്ട് പോണി പേട്ടയിലാനോ? പേട്ടയ്ക്ക് കുറ്റിയപ്പെടുക്കാൻ പോണ്ടേ? വേണ്ടേ? ആ കുറ്റിയപ്പെടുക്കാൻ പോനും.
ഹലോ, ആരും എൻ്റെ രൂപവും കോലവും കണ്ടിട്ട് പേടിക്കരുത്. ഞാൻ എണീറ്റ് വരുന്ന രൂപവും കോലവും ഇങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനെ ഫോണ് എടുത്ത് ഫുൾ ഗാലറി ഞാൻ നോക്കി വന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തത് ഇടാനില്ല. എല്ലാം ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എടുത്ത വീഡിയോസ് എല്ലാം വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോ മോർ വീഡിയോസ് ടു ആഡ് ഓൺ. അപ്പോൾ ഇനി വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ വ്ളോഗ്. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലിറ്റിൽ വീഡിയോ വ്ളോഗ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ, ടേക്ക് കെയർ.